بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد الله سبحانه وتعالى പരിശുദ്ധമായ ഈ റമദാൻ മാസത്തിൽ നമ്മൾ ചെയ്യുന്നതായ മുഴുവൻ അമലുകളും സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ നോമ്പുകൾ, തറാവീഹ് നിസ്കാരങ്ങൾ, മറ്റ് എല്ലാ സുഹൃതങ്ങളും അല്ലാഹു ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. عن أبي هريرة رضي الله عنه أن رسول الله صلى الله عليه وسلم قال يعقد الشيطان على قافية رأس أحدكم إذا هو نام 3 عقد يضرب مكان كل عقدة عليك ليل طويل فارقد. നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഓരോ മനുഷ്യരും രാത്രിയിൽ കിടന്നുറങ്ങുന്ന സമയത്ത് പിശാച് അവന്റെ തലയുടെ ഭാഗത്ത് 3 കെട്ടുകൾ കെട്ടിയിടുന്നതാണ്. ഈ ഓരോ കെട്ടുകൾ കെട്ടുന്ന സമയത്തും പിശാച് പറയും, അലൈക ലൈലുൻ ത്വീലുൻ ഫർഖുദ്, നല്ല സുന്ദരമായ രാത്രിയാണ്, നല്ലതുപോലെ നീ ഉറങ്ങിക്കോ എന്ന് മന്ത്രിച്ചുകൊണ്ടാണ് പിശാചി നമ്മുടെ തലയിൽ 3 കെട്ടുകൾ ഇടുന്നത് എന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ കെട്ട് എങ്ങനെയാണ് അഴിക്കാനുള്ളത് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുകയാണ്. ഒരു മനുഷ്യൻ എഴുന്നേറ്റു ഉണരുന്ന സമയത്ത് അൽഹംദുലില്ലാഹ്, അല്ലാഹുവിനെ സ്തുതിച്ചു കഴിയുമ്പോൾ, നമ്മൾ സാധാരണ പറയാറുണ്ട് ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹി നുശൂർ. ഇങ്ങനെ ഒരു മനുഷ്യൻ പറഞ്ഞു കഴിയുമ്പോൾ പിശാച് ഇട്ട 3 കെട്ടുകളിൽ 1 കെട്ട് അഴിഞ്ഞു പോകുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ ഉറക്കം എന്ന് പറയുന്നത് കുറഞ്ഞ സമയം ഒരു മരണമാണ്. ചില ആളുകൾ ആ മരണത്തിൽ അങ്ങ് ആയിപ്പോവും, പിന്നെ തിരിച്ച് ജീവിതത്തിലേക്ക് കടന്നു വരൂല. അതാണ് രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുന്നവർ രാവിലെ എഴുന്നേൽക്കത്തില്ല, മരണപ്പെട്ട് കിടക്കുന്നതായി കാണാം. അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ. അല്ലാഹുവിന് വല്ലാത്ത സ്തുതി. എങ്ങനെയുള്ള സ്തുതിയാണ്? ഒരല്പസമയത്തെ മരണത്തിന് ശേഷം എന്നെ ജീവിപ്പിച്ച അല്ലാഹുവിന് സർവ്വസ്തുതിയും. ഇതാണ് ആ ദുആന്റെ അർത്ഥം. ഇങ്ങനെ ഒരാൾ ഉറക്കത്തിൽ നിന്ന് ഉണർന്ന ഉടൻ ഈ ഒരു ദിക്ർ, ഈ ഒരു ദുആ അല്ലെങ്കിൽ അൽഹംദുലില്ലാഹ് എന്ന് പടച്ച റബ്ബിനെ സ്തുതിക്കുമ്പോൾ 1 കെട്ട് അഴിഞ്ഞു പോകും. പിന്നീട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഫഇൻ തവല്ലഅ ഇൻ ഹല്ലതു ഉഖദത്തുൻ. അദ്ദേഹം പോയി വുളൂ ചെയ്തു. വുളൂ കഴിയുമ്പോൾ അദ്ദേഹത്തിന്റെ പിശാച് കെട്ടിയ 2ാമത്തെ കെട്ടും അഴിഞ്ഞു പോകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഇൻ സ്വല്ലാ ഇൻ ഹല്ലതു ഉഖദുഹു. അദ്ദേഹം പിന്നീട് 2 റക്അത്ത് ഒന്നുകിൽ തഹജ്ജുദ് നിസ്കരിച്ചു, അതല്ലെങ്കിൽ സുബ്ഹിക്ക് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചു, അതല്ലെങ്കിൽ സുബ്ഹി നിസ്കരിച്ചു. ഈ നിസ്കാരത്തോടു കൂടി 3ാമത്തെ കെട്ടും അഴിഞ്ഞു പോകുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഅസ്ബഹ നശീതൻ ത്വയ്യിബൻ നഫ്സ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, പ്രഭാതത്തിൽ അവൻ നല്ല ഉന്മേഷവാനും സന്തുഷ്ടനുമായിരിക്കുന്നതാണ്. ചില ദിവസങ്ങളിലൊക്കെ രാവിലെ ഉറക്കെഴുന്നേൽക്കുമ്പോൾ നമുക്കൊരു ബേജാറാണ്. അപ്പോഴും നമ്മുടെ മനസ്സിൽ കാണണം, നമ്മുടെ കെട്ടുകൾ കൃത്യമായ നിലയിൽ അഴിഞ്ഞിട്ടില്ല. അതാണ് റസൂൽ പറയുന്നത്, ഈ 3 കെട്ടുകൾ അഴിഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ പ്രഭാതം അവന് വല്ലാത്ത ഒരു പോസിറ്റീവ് എനർജി കിട്ടുന്ന പ്രഭാതമായി മാറും. പിന്നീട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വഇല്ല, ആരുടെ കെട്ടുകൾ അഴിഞ്ഞിട്ടില്ല
അസ്ബഹ ഖബീസൻ നഫ്സി കസ്ലാനാ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, പ്രഭാതത്തിൽ അവന് വല്ലാത്ത ബേജാറോ വല്ലാത്ത ഒരു ബുദ്ധിമുട്ടുമായിരിക്കുമെന്ന് നബിയുന മുഹമ്മദ് മുസ്തഫ. രാവിലേക്ക് എഴുന്നേൽക്കാൻ ചില സമയങ്ങളിൽ മടിയായിരിക്കും. ആ മടിയെ മാറ്റി വെച്ചുകൊണ്ട് അൽഹംദുലില്ലാഹ് പറഞ്ഞു വുളൂ എടുത്ത് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചാൽ നമുക്ക് വല്ലാത്ത ഒരു നല്ല എനർജി കിട്ടുമെന്ന് നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് പിശാചിന്റെ പണിയാണ് 3 കെട്ടുകൾ ഇടുക എന്നുള്ളത്. പിശാചിനെ പടച്ച റബ്ബ് പടച്ചിരിക്കുന്നത് തന്നെ എത്രത്തോളം നമ്മളെ നശിപ്പിക്കാൻ പറ്റുമോ, എത്രത്തോളം നമ്മളെ മടിയന്മാരാക്കാൻ പറ്റുമോ അതിനു വേണ്ടിയിട്ടാണ്. പരിശുദ്ധമായ ഖുർആനിലൂടെ തന്നെ അല്ലാഹു പറയാണ്, ഫഇദാ ഖറഅതൽ ഖുർആന ഫസ്തഇദ് ബില്ലാഹ്. നിങ്ങൾ പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യാൻ പോകുമ്പോഴും പിശാചിൽ നിന്ന്, ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന് നിങ്ങൾ കാവൽ ചോദിച്ചുകൊണ്ടായിരിക്കണം തുടങ്ങാനുള്ളത്. അതാണ് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ശപിക്കപ്പെട്ടതായ പിശാചിൽ നിന്ന് പടച്ച റബ്ബിനോട് കാവലിനെ ചോദിച്ചുകൊണ്ടായിരിക്കണം പരിശുദ്ധമായ ഖുർആൻ ഓതാനുള്ളത്. എല്ലാ അമലുകൾക്കും അങ്ങനെ തന്നെയാണ്. എല്ലാ അമലുകൾ ചെയ്യുമ്പോഴും ബിസ്മിക്ക് മുമ്പ് നമ്മളൊരു ഔദു പറഞ്ഞിട്ട് പിശാചിൽ നിന്നുള്ളതായ അള്ളാഹുവിനോട് കാവൽ ചോദിച്ചുകൊണ്ടായിരിക്കണം ഓരോ ഇബാദത്തുകളും അമലുകളും ചെയ്യാറുള്ളത്. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആരിൽ നിന്നാണ് അഭയം തേടുന്നത്? പിശാചിൽ നിന്ന് അഭയം തേടുന്നു. ആരോട് അഭയം ചോദിക്കുന്നു? പടച്ച റബ്ബിനോട് അഭയം ചോദിക്കുന്നു. അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിലേക്ക് പിശാചിന്റെ യാതൊരുവിധ സ്വാധീനവും കടന്നു വരാതെ ജീവിതത്തെ സൂക്ഷിക്കാൻ പടച്ച റബ്ബ് നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏത് പ്രവർത്തനങ്ങളിലായാലും, നന്മയിലാണെങ്കിലും തിന്മയിൽ പിന്നെ പിശാചിന്റെ സ്വാധീനമാണുള്ളത്. നന്മയിലാണെങ്കിലും എവിടെയെങ്കിലും ഒക്കെ പിശാചി ഞൊഴഞ്ഞു കയറി എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കും. പരമാവധി ഇത് പിശാചിന്റെ ഭാഗമാണ്, പിശാചിന്റെ വഴിയാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് ആ ഭാഗങ്ങളിലേക്ക് പോകാതെ ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന് കാവൽ ചോദിച്ചുകൊണ്ടായിരിക്കണം നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളും നാം സൂക്ഷിക്കാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കി അമൽ ചെയ്യാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൽ ഓരോ ഇൽമുകളും പ്രാവർത്തികമാക്കിക്കൊണ്ട് ഓരോ ദിനരാത്രങ്ങളെ കഴിച്ചു കൂട്ടാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും നാമുമായി ബന്ധപ്പെടുന്നവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബിഹംദി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി